ആ ലക്ഷ്മി, നമുക്കിപ്പോൾ ജയരാജ് വാര്യർ കൂടി ചേരുന്നു. ജയരാജ് വാര്യർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടത് കാര്യം, ഈ പി ജയചന്ദ്രൻ എന്ന പാട്ടുകാരൻ നിഴൽ പോലെ പിന്തുടർന്ന ഒരാളാണ് ഈ ജയരാജ് വാര്യർ. പലപ്പോഴും ജയേട്ടൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഒക്കെ നമ്മളെ അനുകരിച്ച് കേൾപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും ഈ പി ജയചന്ദ്രനെ റെക്കോർഡ് ചെയ്യുന്നതിനിടയിലൊക്കെ തന്നെ ചിലപ്പോൾ അദ്ദേഹം നമ്മളോട് ചിലപ്പോൾ ഒന്ന് പിണങ്ങിയെന്നൊക്കെ വരും. അപ്പോൾ ആ പിണക്കമൊക്കെ തീർക്കണമെങ്കിൽ ജയരാജ് വാര്യരോട് പറഞ്ഞാൽ മതിയായിരുന്നു. അത്ര മനസ്സുകൊണ്ട് അടുപ്പമുള്ള രണ്ടുപേരാണ്. ഇപ്പോൾ ജയരാജ് വാര്യർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജയരാജ് വാര്യർ, ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിയോഗത്തിൻ്റെ ദിവസമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും മാഷേ, എനിക്ക് ജയേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒരു വലിയ ഒരു ഗായകൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു സുഹൃത്ത് എന്ന നിലയിലും, ഒരു ജ്യേഷ്ഠൻ എന്ന രീതിയിലും, ഒരു കാരണവർ എന്ന രീതിയിലും, ഒരു ഗുരുനാഥൻ എന്ന രീതിയിലും, ആരാധകൻ എന്ന രീതിയിൽ എനിക്ക് അങ്ങോട്ടും അത്ര വലിയ ആത്മബന്ധമായിരുന്നു. ഈ സ്വർഗവാതിൽ ഏകാദശിയാണ് നാളെ കേട്ടോ. ഇന്ന് ഏകാദശി തുടങ്ങിക്കഴിഞ്ഞു. സ്വർഗവാതിൽ ഏകാദശിക്ക് മരിക്കുക എന്ന് പറഞ്ഞാൽ മഹാപുണ്യാണെന്ന് പറയാം. ഗുരുവായൂരപ്പന്റെ ദാസനാണ് ജയേട്ടൻ. ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എനിക്കെന്നാ പറയാം. ഞാൻ ഗുരുവായൂരപ്പനിൽ മാത്രം വിശ്വസിക്കുന്നു. ആ ഗുരുവായൂരപ്പന്റെ സ്വർഗവാതിൽ ഏകാദശിക്ക് തന്നെ ജയേട്ടൻ പോവാന്ന് പറയുമ്പോൾ അതൊരു മഹാപുണ്യമാണ്, നമുക്ക് വിഷമം ഉണ്ടെങ്കിലും. പിന്നെ ഭാവനിലാവാണ് ജയേട്ടൻ. നിലാവിന്റെ സുഗന്ധവും കുളിർമയും ജയേട്ടന്റെ പാട്ടിലുണ്ട്, സ്വഭാവത്തിലുണ്ട്. 80ാം പിറന്നാൾ ആഘോഷിച്ചതിന്റെ തലേ ദിവസം, 80ാം പിറന്നാളിന്റെ തലേ ദിവസം കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി, 1-ാം തീയതി ഞാൻ പറഞ്ഞു ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട്. പറഞ്ഞു എനിക്ക് കുറച്ച് കളഭം കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞു ഗുരുവായൂരപ്പന്റെ. നമുക്ക് വയ്യ. ഞാൻ പോയി തൊഴുത് ഒരു വലിയ കട്ട കളഭം കൊണ്ടുകൊടുത്തു. എന്നോട് പറഞ്ഞു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനമാണിതെന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ ജയേട്ടനെ കണ്ടിട്ടില്ല, കാരണം എനിക്ക് കാണാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. അപ്പോ എന്താ പറയേണ്ടത്, എനിക്ക് അത്രയും അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അദ്ദേഹമായിട്ടുള്ള സൗഹൃദം, പിന്നെ അദ്ദേഹത്തിന് സാഹിത്യത്തില് MT സാഹിത്യം വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് മണ്ണിയം പെരുമ്പലം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെ MT സാറിന്റെ അവിടെ പോയി ആ ഭാരതപ്പുഴയിൽ മലർന്ന് കിടന്ന് പാട്ടുപാടുന്ന ഓർമ്മകൾ. പിന്നെ ഈ എന്താ പറയാ, ദോശയുടെ ഒരു ഇഷ്ടക്കാരനായിരുന്നു. ദോശയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. ഇവിടെ നല്ല ദോശ കിട്ടുന്നു, അത് ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡ് നോക്കില്ല, അവിടെ പോയി ദോശ കഴിക്കുക, ഒന്ന് കഴിഞ്ഞ് വീണ്ടും കഴിക്കുക, 2-3 ദോശകൾ കഴിക്കുക. അതുപോലെ വെജിറ്റേറിയൻ ഭക്ഷണത്തോടുള്ള താല്പര്യം. പിന്നെ ഭാവഗായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുക ഭാവം ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഗായകൻ ജയേട്ടനാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ശ്രദ്ധിക്കുക, ഡ്യുവറ്റൊക്കെ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയത്തിന്റെ തൊട്ടടുത്തിരുന്ന് പാടുന്ന പോലെയാണ്. ഒരു 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 ഭാവാത്മകതയുള്ളൊരു ശബ്ദം ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഡിക്ഷൻ, മലയാള പാട്ട് പാടുമ്പോഴത്തെ ഉച്ചാരണ ഭംഗി, അതേ ഡിക്ഷന്റെ അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ് തമിഴ് പാടുമ്പോഴും. അപ്പൊ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അക്ഷരങ്ങളിലുള്ള ഇഷ്ടം, സംഗീതത്തോടുള്ള ഇഷ്ടം, എന്താ പറയേണ്ടത്, ചെയ്യുന്ന ജോലിയോടുള്ള അദ്ദേഹത്തിന്റെ മാനസികമായ ഒരു താല്പര്യം. ജയരാജ് വാര്യർ ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാർ പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഈ 12 കൊല്ലം അദ്ദേഹം ഈ മൃദംഗം പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണല്ലോ സംസ്ഥാന കലോത്സവത്തിലൊക്കെ, സ്കൂൾ കലോത്സവത്തിലൊക്കെ അദ്ദേഹം ദാസേട്ടനെ കണ്ടുമുട്ടുന്നതൊക്കെ. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അതിനുശേഷം അദ്ദേഹം ഈ ഒരു പാട്ടുകാരൻ നിലയിൽ അറിയപ്പെടുന്നതിന് ശേഷം എപ്പോഴെങ്കിലും മൃദംഗം വായിച്ചിരുന്നോ അദ്ദേഹം? മൃദംഗം പലപ്പോഴും ചില സ്വകാര്യ സദസ്സുകളിൽ വായിച്ചിരുന്നു. സ്വകാര്യമായിട്ട് ഇപ്പൊ നമ്മൾ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഈ പൊതുവേദിയേക്കാൾ ഇഷ്ടം സ്വകാര്യ വേദികളാണ്. എനിക്ക് അതിലൊക്കെ നെടുമുടി വേണുചേട്ടനുമായിട്ട് വളരെ ഒരു കോയിൻസിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന്. ഈ സ്വകാര്യ സദസ്സുകളിൽ അദ്ദേഹം അങ്ങ് തിമർത്ത് പാടും, മൃദംഗം വായിക്കും, ചെണ്ട വായിക്കും. അസാമാന്യമായിട്ട് ചെണ്ട ഈ അടുത്ത കാലത്ത് കൊട്ടി. അതായത് ഒരു പ്രാക്ടീസും ഇല്ലാതെ 10-40 വർഷത്തിന് ശേഷം ചെണ്ടയും മൃദംഗവും നല്ലപോലെ വഴങ്ങിയിരുന്നു അദ്ദേഹത്തിന്. ആ താളമാണ് അദ്ദേഹത്തിലെ ആ മികച്ച ഗായകനെ സൃഷ്ടിച്ചത്. ആ റിഥം സെൻസ് ഉണ്ടല്ലോ, ആ താളമാണ്, അസാമാന്യമായ താളത്തിന്റെ ആളാണ്. ആ താളമാണ് അദ്ദേഹത്തെ യേശുദാസ് എന്നൊരു മഹാഗായകനോടൊപ്പം, ഗന്ധർവ ഗായകനോടൊപ്പം പിടിച്ചു നിർത്തിയത്. അസാമാന്യമായ താളം. ദോശ കഴിക്കാൻ പോയപ്പോൾ എന്തോ ഒരു അനുഭവം ഉണ്ടായല്ലോ ജയരാജിന്? ദോശ കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് ദോശ കരിഞ്ഞുപോയി. അതായത് എന്നോട് പറഞ്ഞു 2 നെയ്റോസ്റ്റ് പറയാൻ പറഞ്ഞു, ഡബിൾ 2 പറഞ്ഞു. അപ്പോ ആദ്യം ഒരെണ്ണം വന്നു പറഞ്ഞു, ഉടനെ ഒരെണ്ണം കൂടെ വരണം എന്ന് പറഞ്ഞു. ആദ്യം കൊണ്ടുവന്നതിന്റെ അടിഭാഗം കരിഞ്ഞിരുന്നു. ആ ദോശയോട് പിണങ്ങി. അന്ന് ആ പിണക്കം ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും കാണിച്ചു. ആ ദോശ ജയിച്ചു ചതി. അങ്ങനെ എനിക്ക് ഈ സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. കാരണം ഒരു വളരെ വളരെ ശുദ്ധനാണ്, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അതിന്റെ ശരിതെറ്റുകളൊന്നും നോക്കില്ല. നേരത്തെ മാഷ് പറഞ്ഞ് ഞാൻ കേട്ടു, ചില പിണക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് സത്യമാണ്. എന്നോടും ഉണ്ടായിട്ടുണ്ട്, 2 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കാലം അതൊക്കെ മാറ്റിക്കളയുന്നു, കാലം തിരുത്തും. അപ്പൊ ഈ ജയേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പെർഫെക്റ്റ് കലാകാരനായിരുന്നു. ആ പ്രൊഫഷനില് അൾട്ടിമേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആരാധകർ എങ്ങനെയാണെന്ന് നോക്കിയോളൂ കേരളത്തില്.
ജയേട്ടന്റെ പാട്ടുകളെ സ്നേഹിക്കുന്ന ആരാധകർ പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ജയേട്ടന്റെ ശബ്ദം അങ്ങനെ ആർക്കും അനുകരിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ആ വോയിസിന്. ഈ എന്നോട് ഒരിക്കൽ പറഞ്ഞതെന്ന് വെച്ചാല് എന്റെ ഗുരുനാഥൻ ദേവരായ മാസ്റ്റർ, അതായത് മറ്റേ ദേവരായ മാഷെ ഞാൻ സ്കൂളിൽ എടുത്തുകൊണ്ട് നടക്കുകയാണെന്നാണ് പറയാം. ദേവരായ മാഷാണല്ലോ ഏറ്റവും കൂടുതൽ പാട്ട് കൊടുത്തു ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തും. പിന്നെ ഇരിഞ്ഞാലക്കുട രാമനാഥൻ മാഷ്, ഈ രണ്ട് ഗുരുക്കന്മാരെ എന്നും സ്മരിക്കുമായിരുന്നു. ഇവരോടൊപ്പം അദ്ദേഹം മരണം വരെ ഉണ്ടായിരുന്നു. ജയരാജ്, ഈ ദാസേട്ടനുമായിട്ട് എങ്ങനെയായിരുന്നു ജയേട്ടന്റെ ഒരു ബന്ധമൊക്കെ? ഗരീബ് ദാസേട്ടനെ കുറിച്ച് അമേരിക്കയിലാണ് അടുത്ത ബന്ധമായിരുന്നു എന്ന് നമ്മുടെ ഈ ഭക്തജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ജയേട്ടനും ദാസേട്ടനും തമ്മിൽ യഥാർത്ഥ ജ്യേഷ്ഠാനുജ ബന്ധമായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വലിയ അടുപ്പമായിരുന്നു എന്ന് സാക്ഷിയാണ് ഞാൻ. ഒരിക്കലും ദാസേട്ടനെ ഒരു പൊതുവേദിയിൽ വെച്ച് ജയേട്ടൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അത്രയും എനിക്കറിയാം. നാളെ ദാസേട്ടന്റെ പിറന്നാളാണ് കേട്ടോ. നാളെ ദാസേട്ടന്റെ 85ാം പിറന്നാളിനാണ് സഹോദരൻ ഇന്ന് വിട പറയുന്നത്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇവര് തമ്മിൽ അറിയില്ല. ഇവര് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വേറെയാണ്, അടുപ്പവും. പക്ഷെ ഇവിടെ പക്ഷം തിരിഞ്ഞ് ആളുകൾ ജയേട്ടന്റെ പക്ഷം, ദാസേട്ടന്റെ പക്ഷം എന്നൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ ആൾക്കടിക്കും. ഇവര് തമ്മിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം ജയേട്ടന്റെ ജ്യേഷ്ഠൻ സുധാകരൻ ചേട്ടൻ, അദ്ദേഹത്തോടൊപ്പമായിരുന്നു ദാസേട്ടൻ ചെന്നൈയിൽ താമസിച്ചിരുന്നത്. അവിടേക്ക് ജയേട്ടൻ പിന്നെ വന്ന് ചേരുകയായിരുന്നു. ചെന്നൈയിൽ പ്യാരിയൻ കമ്പനിയിൽ ജോലിയായിട്ട് മദ്രാസിലെത്തുകയും ജ്യേഷ്ഠന്റെ ഒപ്പം താമസിക്കുകയും ചെയ്യായിരുന്നു. അവിടേക്ക് എന്നും നിത്യ സന്ദർശനായിരുന്നു ദാസേട്ടൻ. ദാസേട്ടനോടൊപ്പമാണ് ആദ്യകാലം ഈ സംഗീത സംവിധായകരുടെ അടുത്തേക്കൊക്കെ പോയിരുന്നത്. പലപ്പോഴും ഈ ദാസേട്ടൻ ജയേട്ടൻ എന്ന് പറയുന്ന ഒരു അനുജനെ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുപോയിരുന്നു എന്ന് വരെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജയരാജ് വാര്യർ, ഈ അവസരത്തിൽ നമുക്കൊപ്പം ചേർന്നതിന് വളരെ സന്തോഷം. ഒരുപക്ഷെ താങ്കളെപ്പോലുള്ള ഇത്രയധികം സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. സ്വകാര്യ ലോകത്ത് ജയചന്ദ്രൻ ഒരു കുട്ടിയൊക്കെ പെരുമാറുന്ന പോലെ പെരുമാറുന്ന ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ കൂടിയായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുന്നു.